ഗുഡ് ആഫ്റ്റർനൂൺ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തൃശ്ശൂരിൽ സിനിമാ കഥയെ വെല്ലുന്ന മോഷണം. തൃശൂരിലെ ATM കവർച്ചാ സംഘം തമിഴ്നാട്ടിൽ പിടിയിലായി. നാമക്കലിൽ നിന്നാണ് 6 അംഗ സംഘത്തെ തമിഴ്നാട് പോലീസ് പിടികൂടിയത്. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കവർച്ചാ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് കാലിൽ വെടിയേറ്റിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് തോക്കും കണ്ടെടുത്തു. കണ്ടെയ്നറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഘം പിടിയിലായത്. കുട്ടികളെ ഇടിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു. കണ്ടെയ്നറിനുള്ളിൽ നിന്ന് ATM തകർത്ത സമയത്ത് ഉപയോഗിച്ച നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറും കണ്ടെത്തിയിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള കൊള്ളസംഘം സഞ്ചരിച്ച കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്ക്. സൂരജ്, ഈ മോഷണം തന്നെ ഒരു സിനിമാ സ്റ്റൈൽ മോഷണമാണ്. വൈദഗ്ധ്യം നേടിയവരാണ് എന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ മനസ്സിലായതാണ്. തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത അതൊക്കെ അന്വേഷണ സംഘം മുൻകൂട്ടി കാണുകയും കണ്ടെയ്നറുകളിൽ രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കാം, അത് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങനെയൊരു വിലയിരുത്തലും തുടർന്ന് തമിഴ്നാട് പോലീസിന് നൽകിയ വിവരങ്ങളും അതൊക്കെ നിർണായകമായി. എന്താണ് അന്വേഷണ സംഘത്തിന് നിർണായകമായി മാറിയത്? എങ്ങനെയാണ് ഇവർ വലയിലാവുന്നത് സൂരജ്? TK, ഇന്ന് ഈ മോഷണം നടന്നത് മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ദ്രുതഗതിയിലുള്ള ആക്ഷനാണ് ഉണ്ടായത്. സാധാരണ ഈ ATM കവർച്ചാ കേസുകളിൽ ഉണ്ടാകുന്ന വൈകൽ അത് ഇന്നുണ്ടായില്ല. ഈ മോഷണം നടന്ന ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള സന്ദേശം തൃശൂർ പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെ പോലീസിന്റെ കൺട്രോൾ റൂം വെഹിക്കിൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ മോഷ്ടാക്കൾ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും പോലീസിന് വിലയിരുത്തിയത് ഇത് പ്രാദേശികമായുള്ള കവർച്ചാ സംഘമല്ല ഇതിന് പിന്നിൽ എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരുന്നു. കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, പ്രൊഫഷണലിസമാണ് ഈ മോഷണത്തിൽ കണ്ടെത്തിയത്. അങ്ങനെയാണ് പോലീസ് ഈ തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ 8 ജില്ലകളിൽ പോലീസ് അലർട്ട് ചെയ്തു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൃത്യമായ വാഹന പരിശോധന വേണം എന്നൊരു നിർദ്ദേശമായിരുന്നു നൽകിയത്. ഇവർ ഇവിടെ മോഷണത്തിന് ഉപയോഗിച്ചത് തൃശ്ശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ മോഷ്ടിക്കുന്ന സമയത്ത് ഇവർ ഉപയോഗിച്ചിരുന്നത് ഒരു വെള്ള ക്രെറ്റ കാറായിരുന്നു, വെളുത്ത നിറത്തിലുള്ള ക്രെറ്റ കാറായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാറിൽ രക്ഷപ്പെടാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ സംസ്ഥാനം വിടുകയാണെങ്കിൽ അതൊരു പക്ഷേ കണ്ടെയ്നറിലേക്ക് മാറുന്നതിനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ 2 വാഹനങ്ങളും പരിശോധിക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയത്. കേരള പോലീസിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കേരളം മുതൽ തമിഴ്നാട് വരെയുള്ള വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി. പക്ഷേ ഇതിനിടയിൽ ഇവർ കേരള തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് ഈ വെളുത്ത കാർ ഈ കണ്ടെയ്നറിനകത്ത് കയറ്റുകയും പിന്നീട് കേരള തമിഴ്നാട് അതിർത്തി കടന്ന് കോയമ്പത്തൂര് പിന്നിടുകയും ചെയ്തു. കോയമ്പത്തൂരിനും ഈറോഡിനും സമീപത്ത് വെച്ച് ഈ വാഹനം പലപ്പോഴും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ അപ്പോഴൊന്നും പോലീസ് ഈ വാഹനം തുറന്നൊരു പരിശോധന നടത്തിയിരുന്നില്ല. പിന്നീട് ഈ പോലീസിന്റെ പരിശോധനകളെല്ലാം പിന്നിട്ടുകൊണ്ടാണ് ഈ ഈറോഡ് പിന്നിട്ട് ഈ വാഹനം മുന്നോട്ട് വരുന്നത്. അതിനിടയിലാണ് ഈ നിർണായകമായ സംഭവവികാസങ്ങളിലേക്ക് കടക്കുന്നത്. ഈറോഡിനും നാമക്കലിനും ഇടയിൽ വെച്ച് പോലീസ് ഈ വാഹനം തടയുന്നു. പക്ഷേ ഈ വാഹനം നിർത്താതെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഈ വാഹനത്തെ പോലീസ് പിന്തുടരുന്നുണ്ട്. പക്ഷേ അമിത വേഗത്തിലായിരുന്നു ഈ വാഹനം ഉണ്ടായിരുന്നത്. 9:25 കൂടി നാമക്കലിലെ പച്ചപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ വാഹനം 9:25 പച്ചപ്പാളയത്ത് എത്തുന്നു. അവിടെ 4 സ്കൂൾ കുട്ടികൾ റോഡരികിൽ ഉണ്ടായിരുന്നു. അവരെ ഇടിച്ചു തെറിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. 2 ബൈക്കുകൾ ഇടിച്ചു തെറിപ്പിക്കുന്നു. മറ്റു വാഹനങ്ങളിലെല്ലാം തന്നെ ഈ വാഹനം തട്ടി. ഇതോടുകൂടിയാണ് പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ വലിയ രീതിയിൽ സംഘടിച്ച് ഈ വാഹനത്തെ പിന്തുടർന്നെത്തുകയാണ്. പക്ഷേ അമിത വേഗത്തിലാണ് ഈ വാഹനം പോയിരുന്നത്. നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് നിർത്തുന്നില്ല. പിന്നീട് ഈ കല്ലുപയോഗിച്ച് പലരും ഈ വാഹനം എറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. മുൻവശത്തെ ഗ്ലാസ്സിലേക്ക് അടക്കം നിരന്തരം നാട്ടുകാർ കല്ലുകൾ വലിച്ചെറിഞ്ഞു. ഈ കല്ലെറിഞ്ഞ് വാഹനം ആക്രമിച്ചതോടുകൂടിയാണ് ഇവർ ഈ വാഹനം ഒതുക്കുന്നത്. പക്ഷേ ഈ വാഹനത്തിനകത്ത് ആയുധങ്ങൾ അടക്കമുണ്ടായിരുന്നു. അവർ അതുപയോഗിച്ച് നാട്ടുകാരെ നേരിടാൻ ശ്രമിച്ചു. ഇതോടുകൂടി ഈ പിന്തുടർന്നു വന്ന പോലീസുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അടക്കമുള്ള നേതൃത്വത്തിലുള്ള പോലീസ് സംഘം
ഈ ലോറി വളയുകയാണ്. പക്ഷേ ലോറി വളയുമ്പോൾ ഇവർ ഈ തോക്ക് ചൂണ്ടി ഇവരെ ഭീഷണിപ്പെടുത്തി നിൽക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഈ പോലീസും ഇവരും തമ്മിൽ ഒരു സംഘട്ടനത്തിലേക്ക് നീങ്ങുന്നു. അങ്ങനെയാണ് പോലീസ് സ്വയരക്ഷാർത്ഥം ഇവർക്ക് നേരെ വെടിയുതിർക്കുന്നത്. 2 പേർക്ക് നേരെയാണ് പോലീസ് വെടിയുതിർത്തത്. അതിൽ ഒരാൾ വെടിയേറ്റ് മരിക്കുകയും ഒരാളുടെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഘട്ടനത്തിനിടയിലാണ് പോലീസുകാരായ 2 പേർക്ക് പരിക്കേൽക്കുന്നത്. ഒരാൾക്ക് കുത്തേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ 6 അംഗ സംഘത്തിലെ 4 പേരെ നാട്ടുകാരും പോലീസുകാരും ചേർന്ന് ഏറെ പ്രയാസകരമായാണ് കീഴടക്കിയത്. അപ്പോഴും ഇതൊരു കവർച്ചാ സംഘമാണെന്ന് പോലീസ്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൂരജ് തുടരണം. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റയീസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റയീസ്, അവിടെ ഈ നാമക്കലിലും ഒരു സിനിമാ സ്റ്റൈൽ ഏറ്റുമുട്ടലാണ് നടന്നത്. കേരള പോലീസ് കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ തമിഴ്നാട് പോലീസ് ജാഗ്രതയിലായിരുന്നു. അതുകൊണ്ട് കൃത്യമായ പരിശോധന നടന്നു. പിന്നീട് ഈ വാഹനങ്ങളെയൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് കണ്ടെയ്നർ പോകുന്നതും അവിടെയുള്ള നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുന്നതും പോലീസിനെ വിവരം അറിയിക്കുന്നതും പിന്നെ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നതുമൊക്കെ നമുക്ക് അത്രത്തോളം വലിയ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. ഇപ്പോൾ രാജസ്ഥാൻ സ്വദേശികളാണ് ഈ സംഘം എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ അന്വേഷണം ഉറപ്പായും ഈ സംഘത്തെക്കുറിച്ച് വേണ്ടിവരും. രാജ്യവ്യാപകമായ ഒരുപക്ഷെ ഇത്തരം കൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന സംഘമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണോ? ആ സംഘത്തിൽ നിന്നുള്ള ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾ എവിടെയാണ് റയീസ്? ടി.കെ. നിലവിൽ ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല. കാരണം ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾ ഇപ്പോൾ ഈ പ്രദേശത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായും ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കണ്ടെയ്നറിൽ നിന്നും പിടികൂടിയത് 6 പേരെയാണ്. ഇതിൽ 5 പേർ ഈ മോഷണത്തിലെ പ്രതിയാണ്. മറ്റൊരാൾ ഈ ട്രക്കിൻ്റെ ക്ലീനറാണ്. ഇയാൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ഈ കാറിൽ നിന്ന് 88 ലക്ഷം രൂപയാണ് പിടികൂടിയത് എന്നുകൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഇത് വെറും ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ അലക്ഷ്യമായി വാഹനം ഓട്ടിക്കുന്നു എന്നുള്ളൊരു തരത്തിലേക്കായ ഒരു കേസാണ്. ആ കേസാണ് ഇപ്പോൾ തൃശ്ശൂർ നടന്ന ഒരു വലിയ ATM കവർച്ചയിൽ നിന്നും ആസൂത്രിതമായി നടന്ന ഒരു കവർച്ചയുടെ പ്രതികളെ പിടിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിലൊരു വാഹനം പിടികൂടിയത് മാറിയിരിക്കുന്നത്. നാട്ടുകാർ ഉണ്ടാക്കിയ പ്രശ്നം എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ലക്ഷ്യമായി വണ്ടി ഓടിക്കുന്നു, ഒപ്പം അവിടെ ഉണ്ടായിരുന്ന 4 കുട്ടികളെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നാട്ടുകാർ ഈ വാഹനത്തിന് നേരെ ബഹളം വെക്കുന്നത്. ഒപ്പം തന്നെ ഇവർ ഈ വാഹനത്തിന് കല്ലെറിഞ്ഞു. അപ്പോഴാണ് ഈ സംഭവത്തിലെ പ്രതികൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും അകത്ത് ഒരു തോക്കുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പോലീസ് സ്ഥിരീകരിച്ചു പറയുന്നത്. അങ്ങനെ ആ തോക്ക് ഉപയോഗിച്ച് ഈ നാട്ടുകാരെ വിരട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ശേഷം ഇവർ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെ ബൈക്കിലെത്തിയ പോലീസ് സംഘം എന്നുകൂടി ഇപ്പോൾ പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ 30 ബൈക്കുകളിലായി പോലീസ് സംഘം ഈ ഒരു ടാങ്കർ ലോറി ഇതിനെ പിന്തുടർന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഈ കണ്ടെയ്നറിനെ 30-ലധികം വരുന്ന ഒരു ബൈക്ക് സംഘം പിന്തുടർന്നു. അതിനുശേഷമാണ് ഇവരെ പിടികൂടുന്നത്. ഈ പിടികൂടുന്ന സമയത്ത് ഇവർ 2 പോലീസുകാരെ, ഈ പന്നിപ്പാളയം പോലീസ് സ്റ്റേഷൻ എന്നാണ് ലഭിക്കുന്ന വിവരം, ഈ സ്റ്റേഷനിലുള്ള 2 പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവരിൽ ഒരാളെ കുത്തി പരിക്കേൽക്കുന്നു, മറ്റൊരാൾക്കും പരിക്കേൽക്കുന്നു. അങ്ങനെയാണ് പോലീസ് ഇവർക്ക് നേരെ വെടിയുതിർക്കുന്നത്. അതിൽ ഒരാളുടെ കാലിന് വെടിയേൽക്കുന്നു, പ്രതികളിൽ ഒരാളുടെ കാലിന് വെടിയേൽക്കുന്നു. മറ്റൊരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാളെ വെടിവെച്ച് വീഴ്ത്തുന്നു. അയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെ 5 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പോലീസിനാണ് ഈ പ്രതികളെ കൈമാറേണ്ടിയിരിക്കുന്നത്. അങ്ങനെ പോലീസ് സംഘം ഇങ്ങോട്ട് വരുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഇത്തരത്തിലൊരു സിനിമാ സ്റ്റൈൽ സംഘടനവും ഒപ്പം തന്നെ ഒരാൾ മരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഇനി ഇവരെ എത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോലീസിന് കൊണ്ടുപോകാൻ കഴിയും, തൃശ്ശൂരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലൊരു ആശങ്കയുണ്ട്. കാരണം ഈ കേസുകളൊക്കെയും ഇവിടെ രജിസ്റ്റർ ചെയ്യണം, അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ ATM റോബറിയുമായി ബന്ധപ്പെട്ട കേസിന് തന്നെയാണ് പ്രാധാന്യം എന്ന് തമിഴ്നാട് പോലീസ് അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ തൃശ്ശൂർ പോലീസ്. ശരി, മുഹമ്മദ് റയീസ് ആണ് ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സൂരജ് സജി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, ഈ അന്വേഷണത്തിൽ പോലീസിന്റെ ഇടപെടൽ അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സാധാരണ ഇത്തരത്തിലുള്ള വൈദഗ്ധ്യമുള്ള സംഘങ്ങൾ ഇത്തരം കൃത്യങ്ങൾ നടത്തി മടങ്ങുമ്പോൾ ഒരുപാട് വൈകിയാണ് നമ്മൾ പ്രതികളിലേക്ക് എത്താറ്. പക്ഷേ ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ ATM-ൽ സെക്യൂരിറ്റി ഇല്ലാത്ത സാഹചര്യം, അവിടെയുള്ള CCTV-കൾ ഇവർ കറുത്ത പെയിന്റ് ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് മറച്ച സാഹചര്യം, തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആദ്യം പോലീസ് ഇവർ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത അത് മുൻകൂട്ടി കാണുന്നു. ഈ വാഹനം ഒളിപ്പിക്കാൻ ഒരുപക്ഷെ അത് കണ്ടെയ്നറിൽ കയറ്റി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്കും പെട്ടെന്ന് തന്നെ എത്തുന്നു. അതിനെ തുടർന്ന് തമിഴ്നാട് പോലീസിന് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൈമാറുന്നു. അങ്ങനെ പോലീസ് നീക്കങ്ങൾ അത് അതിനിർണായകമായി മാറി, അല്ലേ സുരേ?
ടിക്ക് അതിനിർണായകമായ ഒരു പോലീസ് നീക്കം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ ഉണ്ടായത്. ഈ ഡൽഹിയിൽ നിന്നുള്ള സന്ദേശം എത്തിയ ഉടനെ തന്നെ പോലീസിന്റെ കൺട്രോൾ റൂം വാഹനം ഈ നടുവിൽ നായ്ക്കനാലിലെ ATM കൗണ്ടറിലെത്തി പരിശോധന നടത്തി. പക്ഷേ അതിനുള്ളിൽ തന്നെ സംഘം അവിടെ നിന്ന് തട്ടിപ്പ് നടത്തി കടന്നുപോയിരുന്നു. പക്ഷേ ഇവർ നിർണായകമായ ആദ്യഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ക്യാമറകൾ ഈ സ്പ്രേ പെയിന്റ് ചെയ്ത ആ ക്യാമറകൾ കേടുവരുത്തിയ നിലയിലായിരുന്നു. എതിർവശത്തൊന്നും തന്നെ ഈ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ CCTV ക്യാമറകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ATM കൗണ്ടറുകളിലായിരുന്നു ഇവരുടെ തട്ടിപ്പ് നടത്തിയതെന്നുള്ളത് പോലീസിനെ ആദ്യഘട്ടത്തിൽ തന്നെ കുഴപ്പിച്ചിരുന്നു. പക്ഷേ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുമായി നമ്മൾ നേരത്തെ തന്നെ അത് രാവിലെ തന്നെ സംസാരിച്ചതാണ്. ആദ്യ പ്രതികരണം അദ്ദേഹം 24-നോടായിരുന്നു നടത്തിയിരുന്നത്. അന്നേരം അദ്ദേഹം പറഞ്ഞ കാര്യം 2021 കണ്ണൂരിൽ ഇതുപോലൊരു സമാനമായ കുറ്റകൃത്യം നടന്നു. അന്ന് അവിടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഈ R ഇളങ്കോ. അന്ന് പോലീസിന് ഈ ഇൻഫർമേഷൻ ലഭിക്കുന്ന സമയത്ത് ഈ കവർച്ച നടന്നു എന്ന് വിവരം ലഭിക്കുമ്പോഴേക്കും 5 മണിക്കൂർ പിന്നിട്ടിരുന്നു. അതോടുകൂടി തന്നെ ഈ സംഘം കണ്ടെയ്നർ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്തേക്ക് സംസ്ഥാനം വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മുൻപരിചയം അല്ലെങ്കിൽ മുൻപ് ഇതേ ഒരു സമാന കുറ്റകൃത്യം കേരള പോലീസിന്റെ മുന്നിൽ ഒരു സ്റ്റഡി മെറ്റീരിയലായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു പരിശോധന അത് മാത്രമാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് ചെയ്യാൻ കഴിയുക എന്ന് പോലീസിന് അറിയാം. അങ്ങനെയാണ് ഈ വാഹനം കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന് പുറത്ത് തമിഴ്നാട്ടിലെ 8 ജില്ലകളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. അങ്ങനെ നടത്തിയ പരിശോധനയിൽ ഒടുവിൽ എന്തായാലും വാഹനം പിടിയിലായിരിക്കുന്നു. 6 പേർ പിടിയിലായി. പക്ഷേ അതിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ടിക്ക് ശരി, സൂരജ് സജി മുഹമ്മദ് റയീസും വിവരങ്ങൾ നൽകുകയായിരുന്നു. അതിസാഹസികമായാണ് പ്രതികളെ തമിഴ്നാട് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതിൽ തന്നെ കേരള പോലീസ് കൈമാറിയ വിവരങ്ങൾ അത് നിർണായകമാവുകയും ചെയ്തു. നഷ്ടപ്പെട്ട 88 ലക്ഷം രൂപ ഈ വാഹനത്തിൽ നിന്ന്, പിടിയിലായ വാഹനത്തിൽ നിന്ന് കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ കേരളം പിടിച്ചുകുലുക്കിയ അൻവർ. PV അൻവറിന്റെ കടന്നാക്രമണങ്ങൾക്ക് 24 മണിക്കൂർ തികയും മുമ്പ് നേരിട്ടുള്ള മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. PV അൻവറിന്റെ ഉദ്ദേശം ഇപ്പോൾ വ്യക്തമായെന്നും നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നെന്നും ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട് പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ തനിക്ക് വേവലാതി ഇല്ല എന്നായിരുന്നു 24-ലൂടെ ഉടനടി PV അൻവറിന്റെ മറുപടി. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇതുവരെ സാവകാശമെടുത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദു താനാണെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ മറുപടിയുമായി ഡൽഹിയിൽ മാധ്യമങ്ങളുടെ മുന്നിലെത്തി. PV അൻവർ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണതിൻ്റെ പിന്നിലെന്ന സംശയമുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടിക്കും LDFനും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അൻവറിന്റെ ലക്ഷ്യം പാർട്ടിയും സർക്കാരും മാത്രമല്ല, മുന്നണി കൂടിയാണെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഘടകകക്ഷികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. അൻവറിന്റെ ആരോപണങ്ങൾ ഏറ്റുപിടിക്കുന്നതിൽ CPI ഉൾപ്പെടെയുള്ളവർ ജാഗ്രത കാട്ടണമെന്ന സന്ദേശം. ഇപ്പോൾ പാർട്ടിക്കും LDFനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിന്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും വിശദമായി പറയാനുണ്ടെന്ന് വ്യക്തമാക്കുന്നതിലൂടെ PV അൻവറിന് മുന്നറിയിപ്പും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ടാകും. അതിനൊന്നും ഇപ്പോൾ വിശദീകരണമില്ല. മുഖ്യമന്ത്രിയുടെ മറുപടി 24-ലൂടെ തത്സമയം കണ്ട PV അൻവർ ഉടനടി മറുപടി നൽകി. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഇനിയും വസ്തുതയുണ്ടാവുമെന്ന് അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതുണ്ടാവും. അതല്ല അദ്ദേഹം ഈ പറയുന്ന ADGPയുടെ വാക്ക് കേട്ട് തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അതുകൊണ്ടാകാം. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ എനിക്ക് വേവലാതിയില്ല. ഇതുവരെയുള്ള അടവുകളും നയങ്ങളും മാറ്റി PV അൻവറും പിണറായി വിജയനും നേർക്കുനേർ വരികയാണ്. ബലാബല പരീക്ഷണമല്ലെങ്കിലും ഈ പോരിലെ രാഷ്ട്രീയ നേട്ടം ആർക്കെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. 24 ഡൽഹി, മലപ്പുറം. PA മുഹമ്മദ് റിയാസിനെതിരെ താൻ പറഞ്ഞത് തന്റെ ബോധ്യത്തിൽ നിന്നാണെന്ന് PV അൻവർ. വിമർശനം വ്യക്തിപരമല്ല. മുഹമ്മദ് റിയാസിനെ ഒരേ സമയം മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കിയതിലുമാണ് എതിർപ്പെന്നും PV അൻവർ 24-നോട് പറഞ്ഞു. താനും P ജയരാജനും തമ്മിൽ അവിശുദ്ധ ബന്ധമില്ല എന്നും ആരോപണങ്ങളിൽ P ജയരാജന് ബന്ധമില്ല എന്നും അൻവർ വ്യക്തമാക്കി. മന്ത്രിയാകാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ട്, ഒരു തർക്കമില്ല. അദ്ദേഹം പാർട്ടിയിലെ വിപ്ലവ പോരാട്ടം നടത്തി വന്നത് എന്നാണ് പറഞ്ഞത്. DYFIയുടെ അഖിലേന്ത്യാ നേതാവാണ്. ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ മന്ത്രിയാകുകയും ഒരുപാട് സീനിയർ ലീഡേഴ്സ് സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മന്ത്രിപ്പണിയും ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് പണിയും കൂടി അദ്ദേഹത്തിന് ഏൽപ്പിക്കേണ്ടി ഇരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്.
എൻ്റെ ഈ ഫീലിംഗ് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് അസൂയ ഉണ്ടാകും, ശത്രുക്കൾ ഉണ്ടാകാൻ മാത്രമേ ഈ ഒരു തീരുമാനം സ്വാധീനിക്കുള്ളൂ. ഏതെങ്കിലും ഒന്ന് മതിയായിരുന്നു റിയാസെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ. ഞാൻ ജയരാജേട്ടനെ കാണുന്നത് നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ടീച്ചർക്ക് വേണ്ടി വടകര 2 ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു. ആ സമയത്താണ് ആ സാധുവിനെ കണ്ടിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തെ ഇപ്പോൾ ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്ന ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടയ്ക്ക് ഞാൻ വിളിക്കാൻ പോലും നിന്നിട്ടില്ല. ഇപിനെ വിളിച്ചിട്ടില്ല. ആ സാധു ഈ പാർട്ടിയിൽ നിന്ന് UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം എനിക്ക് വിളിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല അല്ല. പക്ഷേ ഈ ഒരു ആരോപണങ്ങൾ നടക്കുന്ന സമയത്ത് ഇവരെയൊക്കെ വിളിച്ചാൽ അത് വേറെ ഒരാവശ്യമില്ലാതെ മനസാ വാചാ കർമ്മണ ഈ കാര്യം അറിയാത്ത ആളാണ് പി ജയരാജ് സഖാവായാലും EP ജയരാജ് സഖാവായാലും. അതുകൊണ്ട് എനിക്ക് അടുപ്പക്കാരെ പോലും ഞാൻ വിളിക്കാതിരുന്നതാണ്. മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ടുള്ള പോർമുഖം തുറന്ന PV അൻവർ MLA കൂട്ടത്തോടെ തള്ളിപ്പറഞ്ഞ് CPIM നേതൃത്വം. വിഷപ്പാമ്പ് പോലും പാല് കൊടുത്ത കൈക്ക് കടിക്കില്ല എന്നും അൻവർ അതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളാണ് ചെയ്തതെന്നും AK ബാലൻ വിമർശിച്ചു. CPIM മന്ത്രിമാരും നേതാക്കളും കൂട്ടത്തോടെ PV അൻവറിനെതിരെ രംഗത്തെത്തി. എല്ലാ ആരോപണങ്ങൾക്കും പാർട്ടി സെക്രട്ടറി മറുപടി പറയുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. PV അൻവറിനെതിരായ നീക്കത്തിന്റെ മൂർച്ച കൂട്ടി നേതാക്കൾ ഇന്ന് ഒന്നിനു പുറകെ ഒന്നായി രംഗത്തെത്തി. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനങ്ങളിലെ ചർച്ചകൾ വേറെ ഒരു തലത്തിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയതാണിത്. അദ്ദേഹത്തിന്റെ അജണ്ട CPIM-നെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുള്ളതാണ്. അൻവർ നടത്തിയത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ആസൂത്രിത നീക്കമെന്ന് മന്ത്രി P രാജീവ്. അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ വളരെ വേഗത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇന്നലെ അൻവർ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ശത്രുക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അത് പാർട്ടി രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടും അതിനെ നേരിടുക തന്നെ ചെയ്യും. പാർട്ടിയെ അരിഞ്ഞു നുറുക്കി ശത്രുക്കൾക്ക് ഉപ്പും മുളകും തേക്കാനുള്ള അവസരം ഇട്ടുകൊടുത്തുവെന്നായിരുന്നു PK ശ്രീമതിയുടെ വിമർശനം. അൻവർ ഉന്നയിച്ച വ്യക്തിപരമായ ആരോപണത്തിൽ പാർട്ടി മറുപടി പറയുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പാർട്ടി സെക്രട്ടറി ഇനിയും കാര്യങ്ങൾ പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അത് ആ നിലയിൽ പാർട്ടി പറയുന്നതാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ അൻവർ തുടങ്ങിയ യുദ്ധത്തിന് പിന്നിൽ P ജയരാജനാണെന്ന ചില അടക്കം പറച്ചിലുണ്ടായിരുന്നു. ഗൾഫിൽ വെച്ച് ഇരുവരും ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം തള്ളുന്നു P ജയരാജൻ. CPM പാർലമെന്ററി പാർട്ടി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള MLA-യുമായിട്ടുള്ള അൻവർ വലതുപക്ഷത്തിൻ്റെ നാവ് ആയി മാറിയിരിക്കുകയാണ്. അൻവറിനുള്ള മറുപടിയും പാർട്ടി നടപടിയും CPIM സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കാനിരിക്കെയാണ് അൻവറിനെ തള്ളി നേതാക്കൾ മുഖ്യമന്ത്രിക്ക് കവചമൊരുക്കുന്നത്. 24 തിരുവനന്തപുരം. പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് പുറത്തു ചാടിയതിന് പിന്നാലെ PV അൻവറിനെതിരെ മലപ്പുറത്തെ തട്ടകത്തിൽ ശക്തി പ്രകടനത്തിന് CPIM. ഇന്ന് വൈകിട്ട് ഏരിയ തലങ്ങളിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാനാണ് തീരുമാനം. PV അൻവർ രാഷ്ട്രീയ കോമാളിയായി മാറിയെന്ന രൂക്ഷ വിമർശനമാണ് ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിൻ്റേത്. TK ഹംസയും മന്ത്രി V അബ്ദുറഹിമാനും അൻവറിനെ കൈവിട്ടപ്പോൾ KT ജലീലിന്റെ പാതി പിന്തുണ മാത്രമാണ് PV അൻവറിന്. മുഖ്യമന്ത്രിയെയും പാർട്ടി നേതൃത്വത്തിനെയും കടന്നാക്രമിച്ച PV അൻവറിന് പ്രവർത്തകർക്കിടയിലുള്ള പൊതുപിന്തുണ കുറയ്ക്കുകയാണ് CPM ലക്ഷ്യം. വൈകിട്ട് പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഏരിയ തലങ്ങളിൽ നടത്താനാണ് CPM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. അൻവർ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അൻവർ കോമാളിയാണ്. അങ്ങനെ കോമാളിയാവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ലല്ലോ. പോരാളിയല്ല, കോമാളിയാണ്, രാഷ്ട്രീയ കോമാളിയാണ്. TK ഹംസയും മന്ത്രി V അബ്ദുറഹ്മാനും അൻവറിനെതിരെ പൂർണ്ണമായും തള്ളി രംഗത്ത്. അയാൾക്ക് പാർട്ടി എൻ്റെ സഹായത്തിൽ കയറിയതാണ്, ആ സഹായം ഇനി വേണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇതും ഒഴിവാക്കി പോലെ അയാളെ ഇഷ്ടമാണ്. നമ്മളതിനെ പറ്റുന്നത് അയാളോട് എന്ത് ചെയ്തു പാർട്ടി? ഒരു മുന്നണിക്കും ഒരു പാർട്ടി സംവിധാനത്തിനും യോജിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കല്ല അൻവർ ചെയ്തത്. എന്നാൽ MR അജിത് കുമാറിനെതിരെ അൻവർ നടത്തിയ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്നെന്ന് KT ജലീൽ 24-നോട്. അജിത് കുമാറിന് എതിരെ വരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് യോജിപ്പാണ്. PV അൻവർ കൊളുത്തിയെത്തി CPM-ൽ ആളിപ്പടരുകയാണ്. എങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കടന്നലാക്രമണമില്ലാത്തതും ശ്രദ്ധേയം. 24 മലപ്പുറം. PV അൻവറിന്റെ ആരോപണ ശരങ്ങൾ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുമെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷം.
ആരോപണങ്ങളുടെ ചുവടുപിടിച്ച് നാളെ വൈകിട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്താനാണ് UDF തീരുമാനം. ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും അൻവറിനെ മുന്നണിയിലേക്കോ പാർട്ടിയിലേക്കോ സ്വാഗതം ചെയ്യുന്നതിൽ നേതാക്കൾക്ക് വിമുഖതയാണ്. CPIM-ഉം മുഖ്യമന്ത്രിയും തുടർച്ചയായി PV അൻവറിനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് അൻവറിന്റെ ആരോപണങ്ങളെ പ്രതിപക്ഷം ഏറ്റെടുത്തത്. PV അൻവറിനെ ഒപ്പം നിർത്തുന്നതിൽ ചർച്ച നടത്തുമെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പൊളിറ്റിക്കൽ ഡിസിഷൻ നാച്ചുറലാണ്. അൻവർ എടുത്ത കോഴ്സാണ് പ്രധാനപ്പെട്ടത്. ആ കോഴ്സിനോട് യോജിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിൽക്കാമല്ലോ. അൻവർ ഉയർത്തിയിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തോട് യോജിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരുമിച്ച് നിൽക്കാം. അൻവറിന് വ്യക്തിപരമായ പിന്തുണ നൽകണോ എന്ന കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. VS-നോട് കാണിക്കാത്ത ആനുകൂല്യം അൻവറിനോട് കാണിക്കുന്നു. സർക്കാരിന് അൻവറിനെ പേടിയെന്നും VD സതീശൻ. PV അൻവറിനെ ലീഗിലേക്ക് സ്വാഗതം ചെയ്യില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറയുമ്പോഴും ഭാവിയിൽ അൻവറുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഭാവിയിൽ എപ്പോഴെങ്കിലും PV അൻവറുമായി UDF മുസ്ലിം ലീഗോ സഹകരിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, അതിന് പറയണമെങ്കിൽ എനിക്ക് കുറച്ച് കവടിയൊക്കെ കിട്ടണം, എന്നിട്ട് ആലോചിച്ച് പറയാം. ഗൗരവമുള്ള വിഷയമാണ് അൻവർ പറഞ്ഞതെന്നും പിണറായിയുടെ മുഖത്ത് നോക്കി ഇത്തരം കാര്യങ്ങൾ പറയാൻ മറ്റൊരാൾക്കും ധൈര്യമില്ലെന്നും KK രമ പറഞ്ഞു. എല്ലാ അഴിമതിയുടെയും പ്രഭവകേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അൻവറിന് പിന്നിൽ CPIM-ലെയും പുറത്തെയും പ്രബല ലോബികളാണെന്ന് ചെറിയാൻ ഫിലിപ്പും പ്രതികരിച്ചു. അൻവറിന്റെ ഗുരുതര ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. 24 മലപ്പുറം. PV അൻവർ ഏൽപ്പിച്ച രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ മറികടക്കാൻ വഴിതേടി CPIM. സമ്മേളനകാലത്ത് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ തിരിച്ചടിയാകുമോ എന്നും CPIM പരിശോധിക്കുന്നുണ്ട്. PV അൻവറിനെ ശക്തിയായി പ്രതിരോധിക്കാനാണ് CPIM-ന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ CPIM നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് 2:30 മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, സമ്മേളനകാലത്താണ് ഇങ്ങനെയൊരു വിവാദ കൊടുങ്കാറ്റുണ്ടാകുന്നത്. അൻവറിനെ പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ തള്ളിയ പുതിയ സാഹചര്യം, അതിനുശേഷം അൻവർ പരസ്യമായൊരു യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന സാഹചര്യം, അതിനിടയിൽ ഇപ്പോൾ തന്നെ അൻവറിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് മലപ്പുറത്തടക്കം CPIM കടന്നു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് CPIM തീർക്കാൻ പോകുന്നത്? പ്രതിപക്ഷം ഇങ്ങനെ ഈ വിഷയം ഏറ്റെടുക്കുന്നതിനിടെ ബൽറാം. റിജിത്ത്, ഇന്നലെ അൻവറിന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഡൽഹിയിലേക്കുള്ള യാത്രയിലായിരുന്നു. വിമാനത്തിലായിരുന്നാൽ കൂടുതൽ വാർത്താ സമ്മേളനത്തിനെ കുറിച്ച് അറിയില്ല എന്നും പഠിച്ച ശേഷം പരിശോധിച്ച ശേഷം വിശദമായി തന്നെ അക്കാര്യത്തിൽ പ്രതികരിക്കാമെന്നും അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇന്ന് PV അൻവറിനെ തള്ളിക്കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ വിശദമായ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ പ്രതിരോധം തീർക്കാനുള്ള തീരുമാനത്തിലാണ് പാർട്ടിയുള്ളത്. അതിനാവശ്യമായ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് യോഗം തന്നെ ഓൺലൈനായി ചേർന്നതായാണ് ലഭ്യമാകുന്ന വിവരം. അൻവറിനെതിരായ പാർട്ടി പദവികളിൽ നിന്നും നീക്കുന്നതായുള്ള പ്രഖ്യാപനം ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. എന്നാൽ അൻവർ നേരത്തെ തന്നെ LDF-ന്റെ ഭാഗമായിരിക്കില്ല, ഒറ്റയ്ക്കിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലത്തിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എണ്ണിയുള്ള രാഷ്ട്രീയ മറുപടി നൽകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ആ മറുപടി ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 കേരള ഹൗസിലെ സെമിനാർ ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. തൃശൂർ പൂരം വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുൻമന്ത്രി VS സുനിൽകുമാർ. പൂരം കലക്കിയതിന് പിന്നാലെ മന്ത്രി K രാജനെ ആക്രമിക്കാൻ ശ്രമം നടന്നു. RSS BJP പ്രവർത്തകർ സംഘടിച്ചാണ് മന്ത്രിയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടത് എന്നാണ് വെളിപ്പെടുത്തൽ. രണ്ടും കൽപ്പിച്ചാണ് മന്ത്രി K രാജനും താനും ശ്രീമൂലസ്ഥാനത്തെത്തിയതെന്നും സുനിൽകുമാർ 24-നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. ഞാൻ രാജനെ അന്ന് രാത്രി വിളിച്ചിരുന്നു. നമുക്ക് ഉടനെ അവിടെ പോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ രാജൻ പറഞ്ഞു എന്നോട് ഇപ്പോൾ അവിടെ വരണ്ട എന്ന് അവിടുന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നും പിന്നെ കളക്ടറും ഇവരൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ ചിലപ്പോൾ ചില സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. BJP RSSൻ്റെ ആളുകളൊക്കെ ഗവൺമെൻറ്റിനെതിരെ മന്ത്രിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടാക്കി അത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ട് മാറും. അതുകൊണ്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് രാജൻ എന്നോട് പറഞ്ഞിരുന്നു. ആ വിവരമാണ് ഞാൻ അവിടെ സംസാരിച്ചിട്ടുള്ളത്. പൂരം നടന്ന ദിവസം ബോധപൂർവമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നുവെന്ന് മന്ത്രി K രാജൻ. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യഘട്ടത്തിൽ പോകാതിരുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ബോധപൂർവമായിട്ടുള്ള ഒരു പ്രശ്നവും സൃഷ്ടിക്കേണ്ട എന്ന് ഞങ്ങൾ കരുതി. കളക്ടർ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ജില്ലയിലെ ഭരണാധികാരി എന്ന നിലയിൽ ഇങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ആ ആശങ്കയോട് പിന്നെ പ്രതികരിക്കേണ്ടത്, എന്നാൽ നേരിട്ട് ഞങ്ങൾ അങ്ങ് പോകാം, അവിടെ വന്നിട്ട് കാണുന്നത് കാണാം എന്ന വിധത്തിലാകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു ആതിഥേയൻ്റെ ചുമതല വഹിക്കേണ്ട ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു നിയന്ത്രണം സ്വയം പാലിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തന്നെയായിരിക്കും സുനിൽകുമാർ പറഞ്ഞത്.
VS സുനിൽകുമാർ ഉന്നയിച്ച ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. അത് ഞാൻ കേട്ടിട്ടില്ല. പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണോ എന്നറിയില്ല. 24-നോട് രാവിലെ പറഞ്ഞ കാര്യം ഞാൻ കേട്ടിട്ടില്ല. RSS ADGP കൂടിക്കാഴ്ചയിൽ MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി. DGPയാണ് പോലീസ് ആസ്ഥാനത്ത് മൊഴിയെടുത്തത്. മൊഴിയെടുപ്പ് 1.5 മണിക്കൂർ നീണ്ടു. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോയേക്കും. പരിശോധനാഫലം ഔദ്യോഗികമായി ലഭിക്കാൻ സമയമെടുക്കുമെങ്കിലും ഫോറൻസിക് ലാബിൽ നിന്ന് സൂചന കിട്ടിയാൽ മൃതദേഹം വിട്ടുകൊടുക്കാനാണ് നീക്കം. അതിനിടെ ലോറി ഉടമ മനാഫ് അർജുന്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ടു. അർജുന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇനിയും വൈകില്ല. ഇന്നലെയാണ് DNA സാമ്പിൾ ഫോറൻസിക് ലാബിൽ എത്തിച്ചത്. രാവിലെ പരിശോധന തുടങ്ങി. മൃതദേഹം അർജുന്റേതെന്ന സൂചന കിട്ടിയാൽ മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കും. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ജില്ലാ ഭരണകൂടം തന്നെ ഏർപ്പാടാക്കി. അർജുന്റെ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും ആംബുലൻസിൽ ഒപ്പമുണ്ടാകും. കർണാടക പോലീസും യാത്രയിൽ മൃതദേഹത്തെ അനുഗമിക്കും. മുഴുവൻ ചെലവും കർണാടക സർക്കാരാണ് വഹിക്കുക. രാവിലെ ലോറി ഉടമ മനാഫ് കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ടു. ഭയങ്കര ലാഗിങ് ആണ് കർണാടക. മനുഷ്യന്റെ വില 5 പൈസന്റെ വില ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക് അവിടെ. ആ നാട്ടിനെ നമ്മൾ കുറെ മാറ്റിയെടുത്തിക്കണ് ഈ ഒരു വിഷയത്തിലൂടെ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇപ്പോൾ എൻ്റെ ശരീരം കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നത്തേക്ക് 3 ദിവസമായി. ഇനിയും എന്താണ് ഒരു DNA ടെസ്റ്റ് എന്നുള്ള ഒറ്റ കോംപ്ലിക്കേറ്റഡ് കാര്യം പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോവാണ്. ഇനി എത്ര ദിവസം ആവും അറിയില്ല. അതേസമയം മണ്ണിടിച്ചിൽ കാണാതായ മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും ഗംഗാവലിപ്പുഴയിൽ തുടരുന്നുണ്ട്. ടീം 24 ഷിരൂർ. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ എറണാകുളം സ്വദേശിയായ യുവാവിനാണ് രോഗബാധ. ഈ മാസം 2ാം തവണയാണ് കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച UAE-യിൽ നിന്നെത്തിയ എറണാകുളം സ്വദേശിയായ യുവാവിനാണ് രോഗം കണ്ടെത്തിയത്. ഇയാൾ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവാവിന്റെ ആരോഗ്യനിലയിൽ ഗുരുതരമായ മറ്റു പ്രശ്നങ്ങളില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 28-29 വയസ്സുള്ള ഒരാളാണ്. വിദേശ രാജ്യത്ത് നിന്ന് രോഗലക്ഷണങ്ങളുമായിട്ട് എത്തിയ വ്യക്തിയാണ്. പക്ഷെ സ്റ്റേബിളാണ്. കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. എംപോക്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കി മറ്റ് ജിനോമിക് സീക്വൻസിംഗ് ഒക്കെ അതിന്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നടക്കും. എംപോക്സിന്റെ പുതിയ വകഭേദമാണോ സ്ഥിരീകരിച്ചതെന്നറിയാൻ പരിശോധന നടത്തും. രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 2022 മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ. പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് ഉടൻ പുറത്തിറക്കും. കൂടുതൽ കേസുകളുണ്ടായാൽ ചികിത്സാ സൗകര്യമൊരുക്കാൻ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ജലമാമാങ്കം നാളെ. ആവേശ കൊടുമുടിയിലാണ് പുന്നമടക്കായൽ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഒരു നാടിന്റെ ഹൃദയത്തുടിപ്പും ആവേശവും ഇതുപോലെ ഏറ്റുവാങ്ങുന്ന അവസരം ലോകത്തിൽ മറ്റൊന്നും ഉണ്ടാകില്ല. കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങൾ ഒന്നിച്ചണിനിരക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഓരോ വള്ളസമിതിയും വാനോളം പ്രതീക്ഷയിലുമാണ്. 100% ഞങ്ങൾക്ക് ഇപ്രാവശ്യം ജയം ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം 6 മൈക്രോ സെക്കൻഡിനാണ് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടതെങ്കിൽ ആ കപ്പ് തിരിച്ച് ഇപ്രാവശ്യം പിടിക്കും. അതിന് വ്യക്തമായ രീതിയിലുള്ള പ്രാക്ടീസ് നടന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതികാരത്തിലുപരി ഞങ്ങൾ ഈ കപ്പ് എടുക്കും. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും പരിശീലനത്തിനും ഒടുവിൽ പുന്നമടയുടെ ഓളപ്പരിപ്പുകളെ കീറിമുറിച്ച് നെഹ്റു ട്രോഫിയിൽ ആര് മുത്തമിടുമെന്ന് കാണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തുഴയുന്നവരുടെയും കാഴ്ചക്കാരുടെയും കണ്ണും കരളും ഒന്നിക്കുന്ന ആഹ്ലാദ നിമിഷങ്ങൾ. കരയും കായലും ഏറ്റുപിടിക്കുന്ന അപൂർവ അനുഭവം. ആയിരക്കണക്കിന് ആളുകളാണ് പുന്നമടക്കായലിന്റെ തീരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുക. ഇത്തവണ പുന്നമടയിൽ മുത്തമിടുക, നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക ചമ്പക്കുളം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണവർ. ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.
നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 15 തവണ കിരീടം നേടിയ റെക്കോർഡ് മറികടക്കാൻ മറ്റൊരു ചുണ്ടനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായ 5ാം വിജയത്തിനിറങ്ങുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് കാരിച്ചാലിൽ തുഴയെറിയുന്നത്. പരിചയസമ്പന്നരും യുവനിരയും ഒത്തുചേരുമ്പോൾ പുന്നമടക്കായലിൽ തീപാറുമെന്ന് ഉറപ്പ്. വിജയചരിത്രമെടുത്താൽ കാരിച്ചാലിനൊപ്പം എത്തില്ല ഇപ്പോഴുള്ള ഒരു ചുണ്ടനും. ഇരട്ട ഹാട്രിക് അടക്കം 15 കിരീടങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചുണ്ടൻ, ജലരാജാക്കന്മാരിലെ രാജാവ്. അങ്ങനെ കാരിച്ചാലിന്റെ പെരുമകൾ അനവധിയാണ്. കാരിച്ചാലിൻ്റെ വിജയചരിത്രം എന്ന് പറയുമ്പോൾ 15 നെഹ്റു ട്രോഫിയാണ് കാരിച്ചാലിൻ്റെ പേരിലുള്ളത്. ഇപ്പം ഈ വർഷത്തെ 2024 നെഹ്റു ട്രോഫിയോട് എടുത്തു കഴിയുമ്പോൾ 16 വർഷത്തെ ട്രോഫി നേടിയ ചരിത്രമാണ് കാരിച്ചാലിന് എഴുതി ചേർക്കാനുള്ളത്. ഒടുവിൽ 2016 കിരീടത്തിന് ശേഷം കാരിച്ചാൽ പലതവണ പുന്നമടയിൽ പരാജയം കണ്ടു. 8 വർഷങ്ങൾക്കിപ്പുറം ആ കണക്ക് വീട്ടാൻ കൂടിയാണ് കാരിച്ചാലിന്റെ വരവ്. നിലവിലെ ജേതാക്കളായ പള്ളാത്തുരുത്തി ക്ലബിന്റെ കൈക്കരുത്താണ് കാരിച്ചാലിന്റെ ശക്തി. ഇന്ന് ഓളപ്പരപ്പിൽ ഇത്രയും ആവേശമുള്ള ഇത്ര ഫാൻസ് ഉള്ള ഒരു ക്ലബ്ബ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. അത്രത്തോളം ജനഹൃദയങ്ങൾ കീഴടക്കിയ പള്ളാത്തുരുത്തിയുടെ അഭിമാനമാണ് ഞങ്ങളുടെ ഈ ബോട്ട് ക്ലബ്ബ്. ഇത്തവണ ഞങ്ങൾ നെഹ്റു ട്രോഫിയിൽ വളരെ വ്യക്തമായ ലീഡ് നേടിക്കൊണ്ട് ഞങ്ങൾ വിജയം ഉറപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ കാരിച്ചാലും നടുഭാഗവും വീയപുരവും ചമ്പക്കുളവും അടക്കം എണ്ണം പറഞ്ഞ ചുണ്ടനുകൾ മാസങ്ങൾ നീണ്ട ചോര നീരാക്കിയ കഠിനാധ്വാനത്തിനൊടുവിൽ ലക്ഷ്യം ഒന്നു മാത്രം. അത് ഫിനിഷിംഗ് പോയിന്റിലെ നെഹ്റു ട്രോഫിയാണ്. നാളെ ബോട്ട് ക്ലബ്ബുകൾ അണിയിച്ചൊരുക്കുന്നത് കേവലം ചുണ്ടന്മാരെ മാത്രമല്ല, ഓളപ്പരപ്പിൽ ചീറിപ്പായുന്ന ജലജെറ്റുകൾ. പള്ളാത്തുരുത്തി ക്ലബിന്റെ ചിറകിലേറി കാരിരുമ്പിന്റെ കരുത്തുമായാണ് ഇക്കുറി കാരിച്ചാലിന്റെ വരവ്. ഓളപ്പരപ്പുകളെ കീറിയുള്ള പുന്നമട പൂരത്തിൽ കാരിച്ചാൽ വാഴുമോ വീഴുമോ എന്നതാണ് വള്ളംകളി പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. കോവിഡ് കാലത്ത് കൊല്ലം ഓച്ചിറ ആലുംപീടികയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തോന്നിയ ഒരാശയമാണ് വിശപ്പുരഹിത ആലുംപീടിക എന്നത്. അതിപ്പോൾ 1000 ദിവസങ്ങൾ പിന്നിടുകയാണ്. കൈത്താങ്ങിന്റെ പ്രകാശനാളമായി തെളിഞ്ഞു നിൽക്കുന്ന ആ ഉദ്യമത്തെക്കുറിച്ച്, അതിന്റെ വിശേഷങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ഇനി. വിശപ്പുരഹിത ആലുംപീടിക പദ്ധതിയുടെ ഭാഗമായാണ് ഓട്ടോ ടാക്സി കൂട്ടായ്മയിലെ 20 അംഗങ്ങൾ ചേർന്ന് ഭക്ഷണ അലമാര സ്ഥാപിച്ചത്. എപ്പോഴും ആഹാര സാധനങ്ങൾ നിറഞ്ഞ അലമാരയ്ക്ക് താക്കോലില്ല. ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ഭക്ഷണവും വെള്ളവും എടുക്കാം. കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ സജീവമായിരുന്നു. ആ കോവിഡ് കാലഘട്ടത്തിലുണ്ടായ ഭക്ഷ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അതിന്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഭക്ഷണ അലമാര ഇവിടെ സ്ഥാപിച്ചത്. ഇപ്പോൾ അത് ഒരു 100 കണക്കിന് പേരുടെ ആശ്രയമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയും ടാക്സിയും ഓടിക്കിട്ടുന്ന പണത്തിൽ നിന്ന് മിച്ചം പിടിച്ചാണ് ആദ്യം അലമാരയിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചിരുന്നത്. പിന്നീട് നാട്ടുകാരും പദ്ധതിയുടെ ഭാഗമായി. രാവിലെ 6-ന് അലമാര തുറക്കും. അപ്പോൾ മുതൽ ഭക്ഷണപ്പൊതികൾ അലമാരയിൽ വന്നു നിറയും. രാത്രി ഓട്ടോ സ്റ്റാൻഡ് വിട്ട് അവസാനത്തെ ആള് പോകുന്നതുവരെ അലമാര തുറന്നു കിടക്കും. ഒരു ദിവസം പോലും ഒഴിഞ്ഞു കിടക്കാറില്ല. എന്നും കൊണ്ട് ഞാനൊരു കാല് മുറിച്ച് വണ്ടി ഓടിച്ച് കാല് മുറിച്ച് വെപ്പ് കാര്യം വെച്ചോണ്ടിരിക്കുന്ന ആളാണ്. ദിവസം കൊണ്ട് 300 ഇവിടെ ഈ തുടങ്ങിയ നാൾ മുതൽ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. 100%, 100%. പിറന്നാൾ, വിവാഹം, ചരമവാർഷികം തുടങ്ങിയ പ്രത്യേക ദിവസങ്ങളിൽ മിക്കവരും അലമാരയിലേക്ക് ഭക്ഷണം നൽകാറുണ്ട്. ഉച്ചഭക്ഷണവും പ്രഭാത ഭക്ഷണവും അത്താഴവുമെല്ലാം പൊതിക്കെട്ടുകളായി ദിവസവും അലമാരയിലുണ്ടാകും. വിശപ്പകറ്റുന്നതിലൂടെ ആലുംപീടികയിലെ ഓട്ടോ ടാക്സി കൂട്ടായ്മ ലോകത്തിന് പകർന്നു നൽകുന്നത് പുതിയൊരു മാതൃകയാണ്.
ആർ അരുൺരാജ്, 24 കൊല്ലം. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.